ഹലോ, ഇന്ന് കപ്പ വറുത്തതാട്ടോ ഉണ്ടാക്കുന്നത്. കപ്പ അല്ലേ കൊള്ളിക്കിഴങ്ങ് പറയൂട്ടാ. അതിന് ആദ്യം വേണ്ടത് കപ്പ നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് അതൊരു പാത്രത്തിലിട്ടിട്ട് ചൂടാക്കാനുള്ള പാത്രത്തിലിട്ടിട്ട് അതിന് കണക്കായിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടാൽ അതിൻ്റെ വിഷാംശമൊക്കെ പോകുന്ന പറയുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കണക്കായിട്ട് ഉപ്പ് ഇടണം കേട്ടോ. നമ്മൾ വേറെ ഉപ്പായിട്ട് ഇടുന്നില്ല. എന്നിട്ട് അടുപ്പത്ത് വെക്കുക. കണക്കായിട്ട് ഉപ്പിട്ടതിന് ശേഷം അടുപ്പത്ത് വെക്കണം. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് വെന്തതിന് ശേഷം ആ വെള്ളം അങ്ങ് ഊറ്റിക്കളയണം കേട്ടോ. നല്ല അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. എന്നിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നല്ല കപ്പയാക്കി എടുക്കുക. എന്നിട്ട് നമ്മളെ കപ്പ വറവാക്കാതിൻ്റെ പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലെന്താ വേണ്ടേ, കടുകിടാം. കടുക് ഇട്ടിട്ട് പൊട്ടണം. കടുക് പൊട്ടുന്ന സമയത്ത് അതിൽ കുറച്ച് ഉഴുന്ന് പരിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ അങ്ങോട്ടൊക്കെയാണ് കേട്ടോ ഇടൽ കൂടുതൽ. എന്ന് വെച്ചാൽ അത് ഈ കപ്പ തിന്നുന്ന സമയത്ത് ഒന്ന് കടിക്കാൻ കിട്ടും, കറുമുറ എന്ന് പറയും. ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ അത്, ഉഴുന്ന് പരിപ്പിൻ്റെ കടിക്കാൻ കിട്ടുന്ന സമയത്തെ. പിന്നെ അതിലേക്ക് വേണ്ടുന്ന ഉണക്കമുളക് ഇങ്ങനെ ജസ്റ്റ് മൊത്ത് എന്ന് പറയും അതിൻ്റെ തറ്റത്തില്ല സാധനത്തിന്. അത് പൊട്ടിച്ചിട്ട് അതിലിടുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് അടുത്ത സാധനവും നമ്മളെ കണ്ണൂരും അങ്ങനെ ഉപയോഗിക്കുന്നതാണ് കപ്പ വറവിൽ. എന്താണ്, തേങ്ങ, പിന്നെ വെളുത്തുള്ളി പറയുന്ന കപ്പ പൊതുവെ ഗ്യാസ് എന്നല്ലേ പറയാം. അപ്പോൾ അതിന് കുറച്ച് വെളുത്തുള്ളി ഇടുക. പിന്നെ തേങ്ങ തെക്കോട്ട് സൈഡിലൊന്നും ഉണ്ടെന്ന് തോന്നില്ല. നമ്മളിങ്ങോട്ടൊക്കെ തേങ്ങ മെയിനാണ്. എന്നിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച കപ്പ ഉണ്ടല്ലോ, വേവിച്ച് ഊറ്റി വെച്ച ആ കപ്പയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ കപ്പ വറവ് അല്ലെ കൊള്ളിക്കിഴങ്ങ് വറവ് റെഡി. അതിൻ്റെ കൂടെ നല്ല മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. നല്ലൊരു പ്രത്യേക ടേസ്റ്റും. പിന്നെ അതിൻ്റെ കൂടെ കട്ടൻ ചായയും കൂടി വേണം. പിന്നെ എന്താ വെച്ചാൽ നമ്മളെന്നൊക്കെ പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കപ്പയും ചായയും ആക്കും. പക്ഷേ ഇങ്ങോട്ട് നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആക്കാൽ ഈവനിങ് സ്നാക്സിന് പകരം കപ്പയും കട്ടൻ ചായയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. കണ്ടാ എന്ത് ഭംഗി നോക്കിയാൽ നമ്മളെ കപ്പ വറവ്. അപ്പോൾ താങ്ക് യു.